ഹലോ നമസ്കാരം, എല്ലാവർക്കും വിലൂസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എല്ലോട് കൂടിയ ചിക്കൻ ആണെങ്കിലും എടുക്കാം. ഇതുപോലെ അത്യാവശ്യം ഒരു മീഡിയം ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അര ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഞാനിവിടെ ഡാർക്ക് സോയാ സോസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ സോയാ സോസ് ആണെങ്കിലും ഉപയോഗിക്കാം. അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുകയാണ്. അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും, മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. നിങ്ങൾക്ക് ചില്ലി ചിക്കൻ്റെ കോട്ടിങ്ങിൻ്റെ തിക്നെസ് കൂടുതലോ കുറവോ ഒക്കെ വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് കോൺഫ്ലോർ ചേർത്താൽ മതി. കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ, കോട്ടിംഗ് തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കുറച്ചധികം ചേർത്താൽ മതി. അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് ചേർത്താൽ മതി. ഇനി ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടാണിത്. വൈറ്റ് പാർട്ട് ചെറുതായി അരിഞ്ഞതാണ്. സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ചെറുതായി അരിഞ്ഞെടുത്തത്. പിന്നെ ക്യാപ്സിക്കം അത്യാവശ്യം ഒരു മീഡിയം സൈസിലൊക്കെ ആയിട്ട് അരിഞ്ഞതാണ്. ഞാനിപ്പോൾ ഇവിടെ റെഡ് ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തത്. പിന്നെ ഒരു വലിയ സവാളയുടെ ഉള്ളിയുടെ ഒരു പകുതി പോർഷനാണ് ഞാൻ എടുത്തത്. ഇതുപോലെ ക്യൂബ് സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. 1/4 കപ്പ് വെള്ളത്തിൽ 3/4 ടീസ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണ്ട. ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യണ്ട. കുറച്ചൊരു ജ്യൂസി ആയിട്ടാകുമ്പോഴാണ് ചില്ലി ചിക്കൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു വശം ഏകദേശം ഒരു ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 6-7 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും തന്നെ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്.
ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒരുപാട് കളർ ഷെയ്ഡ് ആകുന്നവരെ ഒന്നും വാട്ടണ്ട. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഉള്ളി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ പാർട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, ഒരുപാട് നേരം വാട്ടിയെടുക്കണ്ട. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് സോയാ സോസ് ആണ് ചേർത്തത്. നിങ്ങൾക്ക് നോർമൽ സോയാ സോസ് ആണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് ചില്ലി ചിക്കൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി ഈ ചില്ലി ചിക്കൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കുറച്ച് കൊഴുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ സ്റ്റാർച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കോൺ സ്റ്റാർച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്യണം. പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് കുറുകി വരുന്നത് കാണാം. ആ തിക്കായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് സോയാ സോസ് പൊതുവേ ഉപ്പ് കുറച്ച് കൂടുതലാണ് നോർമൽ സോയാ സോസിനേക്കാളും. അപ്പോൾ ആ നോക്കിയിട്ട് അളവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ചില്ലി ചിക്കൻ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.